ഒരു കുട്ടി, ഞാൻ MSFകാരോട് പറയട്ടെ, നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, മെഹർ എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്കറിയാവുന്ന കുടുംബമാണ്. എന്റെ വയനാട്ടിലെ അവരുടെ ഉമ്മയുടെ വീട് വയനാട്ടിലാണ്. എന്റെ പഞ്ചായത്തിന്റെ ബോർഡറിലാണ്. ഞാൻ അവരുടെ കുടുംബവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ എന്റെ കുടുംബവും ഒക്കെ ആയിട്ട് ബന്ധങ്ങളുള്ള ഒരാൾ. അവർ പക്ഷെ പിന്നീട് വന്നു, അവർ എറണാകുളത്ത് സെറ്റിലായി. അവിടെ മകനെ അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചു. ആ സ്കൂളിൽ അവിടെയുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ന് പോലും വാർത്തയുണ്ട്, നിങ്ങൾ കേൾക്കണം. ഒരു ചെറിയ കുഞ്ഞ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുകയാണ്. ആ വീട്ടിൽ പോയവർ എന്നോട്, എന്റെ ബന്ധുക്കൾ പറഞ്ഞു, കാണാൻ വയ്യ. ഞങ്ങൾ പോയിട്ട് ആ ഉമ്മയുടെ കരച്ചിൽ കേൾക്കാൻ വയ്യ. സ്കൂളിൽ വന്ന് മകന് മുകളിലെ മുറിയിലേക്ക് പോയി. ഉമ്മ അവനോട് വിളിച്ചു പറഞ്ഞു, ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നീ ജ്യൂസ് കഴിക്കുക. അവൻ താഴെ വന്ന ആ ജ്യൂസ് കുടിച്ചു. അവൻ വിഷണ്ണനായിരുന്നു എന്ന് ഉമ്മ പറയുന്നുണ്ട്. പിന്നെയും തിരിച്ചവൻ മുകളിലേക്ക് പോയി. പുറത്തുനിന്ന് ആളുകളുടെ ബഹളം കേട്ട് ഈ ഉമ്മ പുറത്തേക്ക് പോകുമ്പോ താഴെ മരിച്ചു കിടക്കുന്നത് മകനാണ്, പൊട്ടിത്തെറിച്ചു കിടക്കുന്നത് മകനാണ്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ആ കുട്ടി പഠിക്കാൻ പോയ ഈ സ്കൂളില് ക്ലോസറ്റിലെ വെള്ളം അവന്റെ വായിലേക്ക് ഒഴിപ്പിച്ചു. കൂടെയുള്ള വിദ്യാർത്ഥിനികൾ, +2 വിദ്യാർത്ഥിനികൾ, നിങ്ങൾ മനസ്സിലാക്കണം, വിദ്യാർത്ഥികൾ അവനെ ക്ലോസറ്റ് നക്കിച്ചു. ഇന്ന് പൃഥ്വിരാജിന്റെ ട്വീറ്റ് ഉണ്ട്, ഒരുപാട് ആളുകൾ ട്വീറ്റ് ചെയ്തു. നിങ്ങൾ ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? ഏത് ലോകത്താണ്? അവൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി പറയാണ്, മോശപ്പെട്ട ഒരു വാക്ക് ഞാൻ വേദിയിൽ നിന്ന് പറയുന്നില്ല, തീർന്നല്ലോ എന്ന്. ഓർത്തു നോക്കണം നിങ്ങൾ, സമ്പന്നന്മാരുടെ മക്കള്, ഇത്തിരി സൗകര്യങ്ങളുണ്ട്, എന്നാൽ എന്തു ചെയ്യാമെന്നാണോ? ആർക്കു നേരെയും കുതിര കയറാമെന്നാണോ? ഇവിടെ ഒരു സിസ്റ്റം ഇല്ലേ? ഈ രാജ്യത്ത് ഒരു സംവിധാനമില്ലേ? ഒരു ഗവൺമെന്റ് ഇല്ലേ? ആ അമ്മ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിലെ മുഖ്യ സാമൂഹ്യ രംഗത്തുള്ളവർ അടക്കം ട്വീറ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ഇവിടെ എന്തിനാണ് ഒരു ഗവൺമെന്റ് ഉള്ളത്? എന്തിനാണ് ഒരു സിസ്റ്റം ഉള്ളത്? ഞാൻ MSFകാരോട് പറയട്ടെ, മറ്റുള്ളവന്റെ ജീവിതം വെച്ച് പന്താടാനുള്ളതല്ല ക്യാമ്പസ് എന്ന് പറയുന്നത്. മറ്റൊരു കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കുമ്പോ അത് നോക്കി നിൽക്കാൻ പോലും പാടില്ലെന്ന് നിങ്ങളെ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഈ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല നിങ്ങളെ വിടുന്നത്. നിങ്ങൾ എത്ര പേരിൽ പിന്തിരിപ്പന്മാരായി ഞങ്ങളെ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ കുട്ടികൾക്ക് നീതി വേണ്ടേ? ഗവൺമെന്റ് ഇല്ലേ ഇവിടെ? ആ സ്കൂൾ എത്ര വലിയ സമ്പന്നന്മാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളായാലും ഈ കുഞ്ഞിന്റെ നീതി അവ കുഞ്ഞിന് കൊടുക്കണ്ടേ? ആ അമ്മയുടെ കരച്ചിലിന് മറുപടി വേണ്ടേ? ഇന്നും അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നും അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചെറിയ കുഞ്ഞ് മരിച്ചു പോകുന്നു നമ്മളുടെ ഇടയിൽ. ഇത് ഈ കാലത്തും റാഗിംഗ് നടക്കുകയാണ്. ക്യാമ്പസുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. ബോർഡിംഗ് സ്കൂളുകളിൽ പഠിക്കുന്ന 9-ലും 10-ലും അതുപോലെ തന്നെ +2-നും പഠിക്കുന്ന കുട്ടികളിലേക്ക് വരെ ഇത് താഴ്ന്നിറങ്ങി വരികയാണ്. എന്തൊരു സിസ്റ്റമാണ്, എന്തൊരു വ്യവസ്ഥയാണ്. ഞാൻ MSFകാരോട് പറയുന്നു, ഗൗരവത്തോടെ നിങ്ങൾ പരിശോധിക്കേണ്ടുന്ന വിഷയങ്ങളാണിത്.